റെഡ് അലർട്ട് പ്രഖ്യാപിച്ച വയനാടിൽ നിന്നും വിശദാംശങ്ങളുമായി അർജുൻ പി എസ് ചേരുകയാണ്. അർജുൻ, ഈ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി മരങ്ങൾ കടപുഴകി വീണ ഒരു സാഹചര്യമുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടു. കൽപ്പറ്റ ബൈപ്പാസിൽ വെള്ളം കുത്തിയൊഴുകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യമാണ് വയനാട് ജില്ലയിലുള്ളത്. വരും ദിവസങ്ങളിൽ മഴ കനക്കും എന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ച സാഹചര്യത്തിൽ എത്രത്തോളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം? സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് പലയിടങ്ങളിലും. ഒപ്പം കൽപ്പറ്റ ബൈപ്പാസിൽ വെള്ളം കുത്തിയൊഴുകി. അർജുൻ ചേരുകയാണ്. അർജുൻ, വയനാട് ജില്ലയിൽ റെഡ് അലർട്ടാണ്. എത്രത്തോളം മഴ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു ഇതിനകം? മറ്റു വിവരങ്ങളും? രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ് ഇതുവരെയും തോർന്നിട്ടില്ല. അതിശക്തമായ മഴയാണ് ഇപ്പോൾ വയനാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ, അതായത് താഴ്ന്ന പ്രദേശങ്ങളടക്കം വെള്ളത്തിനടിയിലായ സാഹചര്യമാണുള്ളത്. വാളാട്, അതുപോലെ തന്നെ മാനന്തവാടി, പനമരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളം കയറിയ അവസ്ഥയുണ്ട്. ചില വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല വൈദ്യുതി കമ്പികൾ പലയിടത്തും പൊട്ടി വീഴുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പോസ്റ്റുകൾ പൊട്ടി വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത്തരത്തിൽ KSEB അടക്കം പിടിപ്പത് പണിയാണ് ഇപ്പോൾ വയനാട്ടിൽ ഉള്ളതെന്ന് നമുക്ക് വേണം പറയാൻ. മാത്രമല്ല വിവിധ ഇടങ്ങളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. നൂൽപ്പുഴ അടക്കം ബത്തേരിയിലടക്കം വിവിധ ഇടങ്ങളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം 50ഓളം കുടുംബങ്ങൾ ഓരോ ക്യാമ്പിലും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് വയനാട് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നിരുന്നാൽ തന്നെയും ജാഗ്രത മതി എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ ഭയക്കേണ്ട കാര്യമില്ല, നമ്മൾ ജാഗ്രതയോടെ പോവുക. അതായത് ജില്ലാ ഭരണകൂടം കൃത്യമായി പറയുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ പഞ്ചായത്ത് പറയുന്ന സ്ഥലത്തേക്ക് കൃത്യമായി ക്യാമ്പുകളിൽ എത്തുക. ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ എത്തുക. ആ ഒരു സാഹചര്യത്തിൽ ക്യാമ്പുകൾ തുടങ്ങുമ്പോൾ അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിൽക്കരുതെന്ന് ജില്ലാ കളക്ടർ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചതാണ്. അതായത് ഇത്തരത്തിൽ ക്യാമ്പുകൾ ആരംഭിക്കുമ്പോഴും ക്യാമ്പുകളിൽ എത്താതെ ഇരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ദുരന്തം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. മാത്രമല്ല വിനോദസഞ്ചാര മേഖലകളിലടക്കം വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നൂരിലടക്കം ഇത്തരത്തിലുള്ള സന്ദർശകർക്ക് വിലക്ക് ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു കൽപ്പറ്റ, പ്രധാനപ്പെട്ട ടൗൺ ആണ് കൽപ്പറ്റ എന്ന് പറയുന്നത്. അതായത് വയനാട്ടിലെ കൽപ്പറ്റയിലെ ബൈപ്പാസിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. അതേ തുടർന്ന് ഈ ബൈപ്പാസ് മുഴുവൻ അടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കൽപ്പറ്റയിൽ ടൗണിൽ വലിയ ഗതാഗത കുരുക്ക് വരുമ്പോഴോ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴോ വലിയ വാഹനങ്ങൾ ഈ ബൈപ്പാസിലേക്ക് കടത്തിവിടാറാണ് പതിവ്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിലുള്ള ഗതാഗതം നിലച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും അടക്കം എത്തിയാണ് ഈ ഒരു സാഹചര്യം മറികടന്നുകൊണ്ട് അവിടെയുള്ള അർജുൻ, വലിയ രീതിയിലുള്ള മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളടക്കം ഉരുൾപൊട്ടൽ ഭീഷണിയിലുമാണ്. എങ്കിലും എത്രത്തോളം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു ജില്ലാ ഭരണകൂടം? സുരേഷ്, അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വനസമ്പത്തുള്ള ഒരു പ്രദേശമാണ് വയനാട് എന്ന് പറയുന്നത്. എന്നാൽ പഴയ വനസമ്പത്ത് ഇപ്പോൾ വയനാട്ടിനില്ല. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സാധ്യത കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് വയനാട്ടിലുള്ളത്. മരങ്ങൾ ഇത്രയും കാലം മരങ്ങൾ തടഞ്ഞു നിർത്തിയ ഈ ഉരുൾപൊട്ടലെല്ലാം ഇപ്പോഴും വീണ്ടും തുടർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പുത്തുമല ദുരന്തം നമ്മുടെ കൺമുന്നിലുണ്ട്. നിരവധി പേരാണ് നമുക്കന്ന് നഷ്ടപ്പെട്ടത്. വലിയ സങ്കടകരമായ വാർത്തയായിരുന്നു പുത്തുമല ദുരന്തത്തിൽ അന്ന് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതിനാണ് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പുറപ്പെടുവിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും ആവശ്യവും. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. വയനാട് നിന്നും അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.